വെൽക്കം ടു ഗൗരീസ് കഹാനി. ഇന്ന് ഞാനൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സാമ്പാർ റെസിപ്പിക്ക് എന്താ ഇത്ര ഒരു പുതുമ എന്നല്ലേ. അപ്പം ഈ സാമ്പാർ റെസിപ്പി എന്ന് പറയുന്നത് കൈമാറി വന്നൊരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പം ആരുടെ ഇന്ന് കൈമാറി, എങ്ങനെയാണ് ഈ റെസിപ്പിയിൽ ഇത്രയ്ക്ക് പ്രത്യേകത, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഈ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 3 ടീസ്പൂൺ ബ്രാഹ്മിൻസ് സാമ്പാർ പൊടി, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ചെറിയുള്ളി 8 എണ്ണം ചെറുതായി കൊത്തി അരിഞ്ഞത്, മുരിങ്ങയ്ക്ക 1 നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് കായപ്പൊടി, കുതിർത്ത വാളംപുളി വെള്ളം ആവശ്യത്തിന്, 3 കൈപ്പിടി തുവരം പരിപ്പ്, 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, 3 തൊട്ട് 4 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കരിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, പഞ്ചസാര. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം പരിപ്പൊക്കെ വേവിക്കാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് കുക്കർ എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി പാൽ നമ്മൾ പരിപ്പിടാനാണ് പോകുന്നത്. അപ്പൊ പരിപ്പ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ ഉണ്ടാക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് മാക്സിമം 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം അതിനു വേണ്ടിയുള്ള അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തേണ്ടതാണ്. നമുക്ക് ആദ്യം പരിപ്പ് ആഡ് ചെയ്യാം. പരിപ്പ് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച് മീഡിയം സൈസ് സവാള ആഡ് ചെയ്യുവാണ്. പിന്നീട് അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുവാണ്. പിന്നീട് നമ്മൾ മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുവാണ്. ഇങ്ങനത്തെ കായപ്പൊടി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് 4 വിസിൽ വരെ നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ്. ഈ അടപ്പിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ പുറത്തേക്ക് വരാനുള്ള ചാൻസ് കുറയും. ഈ സാമ്പാർ റെസിപ്പി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ശംഭുചേൻ്റെ വീട്ടിൽ പണ്ട് നിന്നിരുന്ന ശാന്താനിയുടെ റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസും നടത്തിയിട്ടുണ്ട്. 4 വിസിലൊക്കെ കേട്ടു. ഞാനിപ്പം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തുറന്നു നോക്കാം. വെന്തോ, ഏത് പരുവായി എന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു, ഉരുളക്കിഴങ്ങെല്ലാം വെന്തു. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കട്ടി കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അടച്ചു തന്നെ വയ്ക്കുക. ഓക്കെ, വെന്തോന്ന് മനസ്സിലായി, അടച്ചു തന്നെ നമ്മൾ വയ്ക്കുക. ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് വറുക്കാൻ പോവാണ്. അത് എങ്ങനെയാണ് വറുക്കേണ്ടത്? നോർമലി നമ്മൾ പ്ലെയിൻ ആയിട്ട് ചുമ്മാ നമ്മൾ പൊടി ആഡ് ചെയ്ത് വറുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പം ആദ്യം ഇത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. കാരണം ഈ സാമ്പാർ, മീൻകറി എന്നൊക്കെ പറയുന്നത് വളരെ നാടനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വേറെ ഒരു ഓയിലും അതിന് യൂസ് ചെയ്യാതിരിക്കുക. അതിന്റെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുറേയും കൂടെ ടേസ്റ്റ് കൂടണം എന്ന ആഗ്രഹമുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നെ വണ്ണം വെപ്പിച്ചിട്ടേ അളമുള്ളൂ അല്ലേ? അല്ല, അങ്ങനെയല്ല. നെയ്യ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലൊക്കെ അങ്ങനെ നെയ്യില് നമ്മൾ കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും വെളിച്ചെണ്ണയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് നെയ്യിലും ചെയ്യാം എന്നാണ് ഞാൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ. ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ.
നമ്മൾ ഉലുവ ഉലുവ എന്ന് വെച്ചാൽ പൊടിച്ച ഉലുവ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലാതെ ഒറിജിനലായിട്ട് ഹോൾ ഉലുവ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഹോൾ ആയിട്ടുള്ള ഉലുവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പൊടി ഉലുവയാണ് എടുത്തിരിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 1/4 ടീസ്പൂൺ മതിയാവും. ഒരുപാട് ഉലുവ ഇടരുത്, 1/4 ടീസ്പൂൺ മതിയാവും പൊടിയാണെങ്കിൽ. കാരണം ഉലുവയും കായവും കുറച്ചൊക്കെ വ്യത്യാസം വന്നാൽ സാമ്പാർ നിങ്ങളുടെ കുളമാവും. പിന്നെ ഈ ഉലുവയുടെയും കായത്തിന്റെയും അളവെന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സാമ്പാർ കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാർക്ക് വെക്കുന്നു എന്ന് വെച്ചാൽ എടുത്ത് ഒരുപാട് ഇടരുത്. കാരണം കുറച്ച് കൂട്ടാളൂ, കാരണം ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ സാമ്പാറിന്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പം ഇതൊക്കെ വളരെ ഫ്ലേവർ വരാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചൂടായിട്ടുണ്ട്, തീ ഇത്തിരി താഴ്ത്തി വെച്ചിട്ടു, ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടുന്ന സമയം നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 ചെറിയ ഉള്ളി, 8 ചെറിയ ഉള്ളി വരെ കുഴപ്പമില്ല, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സാമ്പാർ പൊടി, ഞാനിവിടെ 3 ടീസ്പൂൺ അളന്ന് വെച്ചിരിക്കുന്നതാണ് സാമ്പാർ പൊടി, 3 ടീസ്പൂൺ ആഡ് ചെയ്യാം. തൊട്ട് പിറകെ നമ്മൾ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ല ഒന്ന് ഡ്രൈ ആവും. ചെറിയൊരു മണം, പച്ചമണം വരും നമ്മളിത് ആഡ് ചെയ്ത ഉടനെ. അപ്പൊ ആ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് പോകുന്ന വരെ നമ്മളൊന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മതി കേട്ടോ, ഒരുപാട് ചൂടാക്കരുത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്യാം. ഇപ്പം ഷംബുജാന് വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാറ്. ഈ സമയമാണ് വെണ്ടയ്ക്ക ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി വെണ്ടയ്ക്കയും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം വേണം ടൊമാറ്റോ ആഡ് ചെയ്യാൻ. ഞാനിവിടെ വെണ്ടയ്ക്ക ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ടൊമാറ്റോ ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ ആ ഡ്രൈനെസ് കുറച്ചൊന്ന് മാറും. ഓക്കെ, സാമ്പാറിന്റെ മണം വന്നു തുടങ്ങി. വെള്ളം ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിക്കണമെന്നില്ല, ജസ്റ്റ് നമ്മളുടെ ടൊമാറ്റോയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആഡ് ചെയ്താൽ മതിയാവും. അത് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വിടുക കേട്ടോ. നല്ല വെട്ടി തിളയ്ക്കണം. ഓക്കെ, ഞാൻ വെട്ടി തിളയ്ക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സാമ്പാർ പൊടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേറെ ഏത് കമ്പനിയുടെ സാമ്പാർ പൊടി യൂസ് ചെയ്താലും ഇത്രയും ടേസ്റ്റ് ആ സാമ്പാറിന് വരത്തില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്ന സാമ്പാർ പൊടി എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ്. ഞാൻ പാക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി. ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ മേടിക്കുക, ഇത് തന്നെ യൂസ് ചെയ്യുക. സാമ്പാർ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് വേറെ സാമ്പാർ പൊടി യൂസ് ചെയ്യുമ്പോൾ. വെട്ടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടോട് കൂടി തന്നെ നമ്മളുടെ കംപ്ലീറ്റ്ലി ഒഴിച്ചു. ഈ സമയമാണ് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്യേണ്ടത്. പുളി നിങ്ങൾ ആവശ്യം പ്രകാരം എത്രയാണ് പുളി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചേർക്കുക. പുളി അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധയോട് വേണം ആഡ് ചെയ്യാൻ. ആദ്യമേ എടുത്ത് പുളി കംപ്ലീറ്റ്ലി എടുത്ത് നമ്മൾ ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വേണം തോന്നുന്നത് മാത്രം വീണ്ടും ഒഴിക്കുക. കാരണം പുളി കൂടിപ്പോയാലും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ഈ സമയം ഉപ്പ് ആഡ് ചെയ്യും. ഉപ്പും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക. വേണമെന്ന് തോന്നിയാൽ മാത്രം വീണ്ടും രണ്ടാമത് ആഡ് ചെയ്യുക. കൂട്ടൊക്കെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. കാരണം നമ്മളിപ്പം ലാസ്റ്റ് നമ്മൾ പൊടിയിട്ട് ഒന്ന് ചൂടാക്കിയത് ചേർത്തും
എല്ലാം പുളിയും ഉപ്പും ഒക്കെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഒന്നത് തിളച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പക്കയായിട്ട് മനസ്സിലാവും. നമ്മളൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എല്ലാം ഒന്ന് ഓക്കെയായി വരുന്നുണ്ട്. അപ്പം ഈ സമയമാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ താരത്തിനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. വേറെ ആരും അല്ലാതെ നമ്മുടെ പഞ്ചസാര. ഈ പഞ്ചസാരയാണ് നമ്മളുടെ കറിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണേ നിങ്ങൾ ആഡ് ചെയ്യാവൂ. കാരണം അല്ലെങ്കിൽ ഒരുപാട് മധുരം വരും സാമ്പാറിന്. ഇപ്പം ഈ സമയമാണ് നിങ്ങൾ ശർക്കരയും ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പം പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ശർക്കര ആഡ് ചെയ്യുന്നവർക്ക് ശർക്കര ആഡ് ചെയ്യാം. സാമ്പാർ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ കുളമായി പോകും സാമ്പാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇനി നിങ്ങൾ സെർവ് ചെയ്യുന്ന പാത്രം ഏതാണോ അതിലേക്ക് നിങ്ങൾ ഒഴിക്കുക. ഇത് നമ്മുടെ കറി ലീവ്സ് നല്ലോണം കഴുകണം കേട്ടോ. കറി ലീവ്സ് ഇതിനെ 2ആയിട്ട് കീറിയിട്ട് മേലിൽ കൂടെ ഡെക്കറേഷൻ പോലെ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ശമ്പസേന്ന് സെർവ് ചെയ്ത് നോക്കാം. Gouri's special sambar. Gouri എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കിയ സാമ്പാറാണ് പറഞ്ഞത്. നോർമലി എനിക്ക് സാമ്പാർ ഏറ്റവും ഇഷ്ടം ഗൗരിയുടെ. എൻ്റെ അമ്മയുടെയും അമ്മായിയമ്മയുടെയും വേറെ എല്ലാവരുടെക്കാളും സാമ്പാർ നല്ല ഗൗരിയുടെ തന്നെയാണ്. ഇന്നത്തെ സാമ്പാർ എങ്ങനെ വേണമെന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് ഓൾവേസ് അമേസിങ്. അടിപൊളി. ആണോ? ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൾക്കാർ ട്രൈ ചെയ്തിട്ട് പറയട്ടെ. ഓക്കെ, ബൈ. ലെറ്റ് മീ എൻജോയ് മൈ ദോശ.